വലിയ രീതിയിൽ പിടികൂടിയ ഒരു സംഭവമായിരുന്നു ഭീമാപള്ളി ആക്രമണം. ഇതിന് പിന്നിൽ താങ്കളാണോ? ഒരു സ്വാമി കൊണ്ട് നടക്കുന്നതാണ് ഈ തോക്കൊക്കെ. ഇസ്ലാം എവിടെ കിടക്കുന്നു? ടെററിസം എവിടെ? ഈസാലയം എന്ന് പറയുന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് ഇസ്ലാം ഉണ്ടാവുന്നത്. ഈ ഹിന്ദു സംസ്കാരത്തിൽ നിന്നും പോയ ഒരു സമ്പ്രദായമാണ്. അത് എത്ര പേർക്ക് അറിയാം? അപ്പം ഞാൻ ഹിന്ദു സമ്പ്രദായത്തിൽ നിന്നും ഇതിന്ന് പോയ ഒരു സമ്പ്രദായമാണത് ഇസ്ലാം. ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ 300 ചില്ലുമാനം പട്ടിയും പൂച്ചയും കോഴിയും കുരങ്ങനും സിംഹവും കടുവയും എല്ലാം ഈ ഹിന്ദുസ്ഥാനിലെ ഹിന്ദുക്കളാണ്. സ്വാമി ഭദ്രാനന്ദ്, താങ്കൾ ആളുകൾക്കിടയിൽ അറിയപ്പെടുന്നത് ഒരു കടുത്ത തീവ്ര ഹിന്ദുത്വവാദി അല്ലെങ്കിൽ സംഘപരിവാറുകാരൻ, ഇസ്ലാമിനെതിരെ ഏതറ്റം വരെയും പോയി വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു വ്യക്തി എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ താങ്കളൊരു ഇസ്ലാം വിരുദ്ധനാണ്. അപ്പോൾ ഞാൻ എതിർക്കുന്നത് ആരാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞു. ആരെയാണ്? തീവ്രവാദികളെ. അപ്പം അവർക്ക് വേദനിക്കുന്നതിൽ എന്താ കുഴപ്പം? അവർ വേദനിക്കട്ടെ. അവർ വേദനിക്കാൻ തന്നെയാണല്ലോ സംസാരിക്കുന്നത്. അവർ ഇസ്ലാം തീവ്രവാദികളല്ലേ, ഇസ്ലാമുകളല്ലല്ലോ. ഞാൻ ഇസ്ലാമിനെതിരാണെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ എവിടെയാണ് ഇസ്ലാമിനെതിരെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ എതിർക്കുന്നത് പക്ഷെ ഒരു സംഘം ജിഹാദികളെയാണ്. അതെ, ഒരു സംഘം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കൾ ഇസ്ലാം വിരുദ്ധനാണെന്ന്. അത് അവർ പറയും. കാരണം അവർ ഇസ്ലാമിൻ്റെ മറയിലാണല്ലോ അവർ ഈ തീവ്രവാദം കാണിക്കുന്നത്. ഞാൻ ജിഹാദികളെയാണ് എതിർക്കുന്നത്. ജിഹാദികൾ എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? ഇസ്ലാം തീവ്രവാദമല്ല. ഇസ്ലാം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ഇസ്ലാം എന്ന് പറയുന്ന ഇപ്പോൾ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മതമാണെങ്കിൽ അതിലെന്തിനാണ് ഈ ആൾക്കാരെ ബോംബിട്ട് കൊല്ലുന്നത്? എന്തിനാണ് ഈ ജിഹാദികൾ ഇവിടെ യുവതലമുറയുടെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ ഡ്രഗ് മാഫിയ ഇവിടെ വളർത്തുന്നത് ആരാണ്? ഏറ്റവും വലിയ ടെററിസം അല്ലേ? കുട്ടികളുടെ ചിന്താശേഷി നശിപ്പിക്കുന്നില്ലേ? 3 വർഷം 4 വർഷത്തിനുള്ളിൽ കുട്ടികൾ നശിക്കുന്നില്ലേ? ചിന്തിക്കാനുള്ള കഴിവില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണ് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക? ഒരു ബോംബിട്ടാൽ 5, 10, 100, 50 പേരൊക്കെ ചാവുമെന്ന് പറയാം. ഇത് 10,000-കണക്കിന് കുട്ടികളെയല്ലേ ഓരോ സമയം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവരെ എതിർക്കുമ്പോൾ, അവർ ചെയ്യുന്ന ചെയ്ത്തുകളെ എതിർക്കുമ്പോൾ അവർക്കത് വേദനിക്കുകയാണെങ്കിൽ അതിലെന്തിനാണ് രാഷ്ട്രം ദുഃഖിക്കേണ്ട ആവശ്യം? എന്തിനാണ് അതിൻ്റെ പേരിൽ അവർ വേദനിച്ചോട്ടെ. ഞാൻ യഥാർത്ഥ മുസ്ലിങ്ങളെ, ഇവിടെ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുന്നത് യഥാർത്ഥ മുസ്ലിങ്ങളെയാണ്, രാജ്യസ്നേഹികളായ മുസ്ലിങ്ങളെയാണ്. അങ്ങനെ ഇഷ്ടംപോലെ മുസ്ലിം സഹോദരങ്ങൾ എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്നുണ്ട്, ഇന്ത്യൻ സൈന്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സന്തോഷം നോക്കിയാൽ പോരെ? എല്ലാവരെയും സന്തോഷിച്ച് ഈ ദുഷ്ടജനങ്ങളെയും ദുർജനങ്ങളെയും സന്തോഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഞാൻ അവരെൻ്റെ ഫേസ്ബുക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഞാൻ പ്രവർത്തിക്കുന്നു, ഞാൻ എന്തോ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ബോധം എനിക്കുണ്ടാവുന്നുണ്ട്. മതസ്പർദ്ധ, പണ്ഡിതൻ, മതസൗഹാർദ്ദം, ഇതൊക്കെ സമൂഹത്തിന് അറിവില്ലാത്ത ചില വാക്കുകളാണ്. മതമെന്ന് പറയുന്ന അഭിപ്രായം എന്നേ ഉള്ളൂ. ശങ്കരൻ്റെ അഭിപ്രായമല്ല ശങ്കുണ്ണിയുടെ അഭിപ്രായം, ശങ്കുണ്ണിയുടെ അഭിപ്രായമല്ല സുലൈമാൻ്റെ അഭിപ്രായം, സുലൈമാൻ്റെ അഭിപ്രായമല്ല സാമുവലിൻ്റെ അഭിപ്രായം. മതം ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. പലവർക്കും പല അഭിപ്രായം. ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരുപാട് മതങ്ങൾ ചേർന്നതാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു. ഈ രാജ്യത്ത് ഹിന്ദു എന്ന് പറയുന്ന എല്ലാ ജീവജാലങ്ങളും, പട്ടിയും പൂച്ചയും കോഴിയും കുരങ്ങനും സിംഹവും കടുവയും എല്ലാം ഈ ഹിന്ദുസ്ഥാനിലെ ഹിന്ദുക്കളാണ്. ഈ ഹിന്ദു സംസ്കാരത്തിൽ നിന്നും പോയ ഒരു സമ്പ്രദായമാണ്. അത് എത്ര പേർക്കറിയാം? അപ്പം ഞാൻ ഹിന്ദു സമ്പ്രദായത്തിൽ നിന്നും ഇതിന്ന് പോയ ഒരു സമ്പ്രദായമാണത് ഇസ്ലാം. കാരണം അവിടെ പാഗൻസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ക്ഷേത്രമായിരുന്നു ഈ പറയുന്ന മക്ക മദീന. മക്ക എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുന്ന ആ കബ്ബ എന്ന് പറയുന്നത് പാഗൻസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ടെമ്പിളായിരുന്നു. അത് ഗ്ലോബിൻ്റെ ഏറ്റവും സെൻട്രൽ പോർഷനിൽ ഇരിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ എങ്ങനെയാണ് പിന്നെ ഈ പറയുന്ന പാർവതി ദേവിയുടെയും പരമശിവന്റെയും ഗണപതിയുടെയും ഒക്കെ വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്? 300 ചില്ലുമാനം വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? അവിടെ ആരാധിച്ചിരുന്ന ഇതല്ലേ? ഇതെല്ലാം നമ്മുടെ ഇതിൽ നിന്ന് പോയ സിസ്റ്റമാണ്. അതിനെ പിന്നെ എടുത്ത് ഓൾട്ടർ ചെയ്തു. നമ്മളിവിടെ കിഴക്കോട്ട് നോക്കി സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ അത് നേരെ തിരിച്ച് ഓപ്പോസിറ്റായിട്ട് പടിഞ്ഞാറോട്ട് നോക്കി നമസ്കരിക്കുന്ന രീതിയാക്കി. ഈ 5 നേരമുള്ള നിസ്കാരം നമ്മുടെ സനാതനധർമ്മത്തിൽ നിന്ന് പോയതാണ്. ഞാൻ ഹിന്ദുമത പ്രചാരകനല്ല, ഞാൻ സനാതനധർമ്മ പ്രചാരകനാണ്. ഹിന്ദു എന്ന് പറയുന്നത് ആ വാക്ക് തന്നെ തെറ്റാണ്. ഈ ഭാരതത്തിൽ പലയിടത്തും സായിക്ക് പകരം ഹാ ഉപയോഗിച്ചതുകൊണ്ട് വന്ന പദം. 100 വർഷമായിട്ടുള്ള ഹിന്ദു പദം ഉണ്ടായിട്ട്. സവർക്കറാണ് ഫാദർ ഓഫ് ഹിന്ദുത്വ എന്ന് പറയുന്നത്, വീർ സവർക്കർജി. അതിന് മുമ്പുണ്ടായിരുന്ന സനാതനധർമ്മമാണ്. ഇതൊക്കെ ആൾക്കാരുടെ അറിവില്ലായ്മ കൊണ്ട് ഇവിടെ സംഭവിച്ചു കൂടുന്ന ഇതാണ്. പലതും രാഷ്ട്രീയപരമായി മാനിപ്പുലേറ്റ് ചെയ്യുന്നു. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതേതര രാജ്യമാണ്. ആ രാജ്യത്ത് താങ്കളെ
താങ്കളുടെ പ്രവർത്തനം, താങ്കൾ നിരന്തരം ഇസ്ലാമിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്തെന്ന് ഈ പറയണത്? ഞാൻ ഇസ്ലാമിനെയാണോ ഞാൻ ആക്രമിക്കുന്നത്, അതോ ഈ പറയുന്ന ഈ ടെററിസ്റ്റുകളെയാണോ ആക്രമിക്കുന്നതെന്ന് നിങ്ങൾ, ഇതാണ് നിങ്ങളുടെ കുഴപ്പം. ഇസ്ലാമിനെയാണോ ടെററിസ്റ്റുകളെയാണോ ഞാൻ ആക്രമിക്കുന്നത്? അത് വ്യക്തമായിട്ട് പറയൂ. ഇസ്ലാം എവിടെ കിടക്കുന്നു, ടെററിസം എവിടെ? ഈസാലയം എന്ന് പറയുന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് ഇസ്ലാം ഉണ്ടാവുന്നത്. ഒരുപാട് ഇസ്ലാം സഹോദരങ്ങളുടെ ഭക്ഷണം എൻ്റെ ശരീരത്തിലുമുണ്ട്. എൻ്റെ ഒപ്പം യാത്ര ചെയ്യുന്നവരുണ്ട്, എൻ്റെ ഒപ്പം ജീവിക്കുന്നവരുണ്ട്, എനിക്ക് അന്നം തന്നവരുണ്ട്. എനിക്കിവിടെ ഈ പറയുന്ന പോലെ ഹിന്ദുത്വം എന്ന് പറയുന്നത്, ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് എന്നെ സഹായിച്ച് എൻ്റെ കൂടെ നിന്ന് എത്രയോ ഇസ്ലാങ്ങളുണ്ട്. ഈ മതസ്പാർദ്ധ പറഞ്ഞ് 51 ദിവസം ഇവിടുത്തെ IS തീവ്രവാദികളുടെ പ്രസൻസ് പറഞ്ഞ് എന്നെ പിടിച്ച് അകത്തിട്ട സമയത്ത് എനിക്ക് ജാമ്യം നിന്നത്, എന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുവന്നത്, ഹൈക്കോടതിയിൽ എനിക്ക് വേണ്ടി കേസ് വാദിച്ച എല്ലാം ഇസ്ലാം നാമധാരികളാണ്. ഇസ്ലാം അല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം അതിനകത്തുള്ള ജിഹാദികളാണ്. താങ്കൾ പറയുന്നു ജിഹാദികൾ കേരളത്തിൽ പെരുകുന്നു. എവിടെയാണ് അതിനൊരു വസ്തുത? ഇവിടെ സമീപ ദിവസങ്ങളിലോ അല്ലെങ്കിൽ സമീപ വർഷങ്ങളിലോ എവിടെയെങ്കിലും ഇവിടെ ഒരു ബോംബ് ആക്രമണം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു മതത്തിന്റെ പേരിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, ഞാൻ പറയാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ വളരെ സന്തോഷമെന്ന് ഞാൻ പറയും. കാരണം അതൊക്കെ പഴയ ഔട്ട് ഓഫ് മോഡൽ സംഭവങ്ങളാണ്. ഇന്നത്തെ പരിപാടി, ഇന്ന് നിങ്ങളിപ്പോൾ നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യുന്നില്ലേ, ആമസോൺ പ്രൈം യൂസ് ചെയ്യുന്നില്ലേ, പലതരം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് നമ്മൾ ഫോളോ ചെയ്യുന്നില്ലേ? അതോ പണ്ടത്തെ പോലെ സൈക്കിൾ ചവിട്ടി മറ്റേ ഇതിങ്ങനെ കറക്കിയിട്ടുള്ള സിനിമയാണോ കാണുന്നത്? ആണോ? അല്ല. അതുപോലെ തന്നെ ഈ ടെററിസം എന്ന് പറയുന്നതിന് ഈ ഒരു ബോംബ് ബ്ലാസ്റ്റ് വേണ്ട. അതൊക്കെ പഴയ സാധനമാണ്. ഈ മതം എന്താ ചെയ്യുന്നത്? നമ്മുടെ ചിന്തകളെ മാറ്റുകയാണ്. നമ്മുടെ ചിന്തകളെ മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ഒരു മതം ചെയ്യുന്നത്. തോട്ട്സിനെ ചേഞ്ച് ചെയ്യുക. എല്ലാവരും ഇന്ന് ഇവിടുത്തെ പ്രശ്നം അതാണ്. ഇന്ന് ഇവിടുത്തെ ആൾക്കാർ അപ്ഡേറ്റഡ് അല്ല. അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ബോംബ് പൊട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഒരു ഭീഷണി വന്നു കഴിഞ്ഞാൽ പോലീസ് പറയും അതിനെന്താ നിങ്ങളെ ആക്രമിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ FIR ഇടണമെന്ന് ചോദിക്കും. ഇത് പഴയ ചിന്താഗതിയാണ്. ഈ പറയുന്ന പോലെ ന്യൂറോടോക്സിനെ പറ്റി അറിയോ? ഇല്ല, അറിയില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ക്രൈംസ് തന്നെ എടുക്കുന്നു. നമ്മൾ ഇപ്പോഴാണല്ലോ സൈബർ ക്രൈംസ് കാണുന്നത്. ബാങ്ക് കൊള്ളാന്ന് പറഞ്ഞ് നമ്മൾ ബാങ്കിൽ ചെന്ന് മോട്ടിക്കുന്ന ഒരു കൊള്ളയല്ലേ കണ്ടിട്ടുള്ളൂ. ഈ പറയുന്ന പോലെ ഹാക്കേഴ്സ്, റഷ്യൻ ബേസ് ചെയ്തിരിക്കുന്ന റഷ്യൻ മാഫിയയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഹാക്കേഴ്സ് ചെയ്യുന്ന, നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ചാനൽ ഇങ്ങനെ പാസ് ചെയ്ത് പൈസ പോയിക്കൊണ്ടിരിക്കും. പിന്നെ അതിനെ ഫോക്കസ് ചെയ്യാനോ ട്രേസ് ചെയ്യാനോ ഒരു സിസ്റ്റത്തിനും ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും പറ്റാത്ത രീതിയിൽ അവർ ഹാക്ക് ചെയ്തിട്ട് പോകുന്നു. നമ്മുടെ അക്കൗണ്ടിലിരിക്കുന്ന പൈസ അവരുടെ അക്കൗണ്ടിൽ. അതുപോലെ തന്നെ ഇന്നത്തെ ടെററിസം എന്ന് പറയുന്നത്, ഇനി മേലാൽ ഇതുപോലുള്ള സാധാരണ പഴയ ആൾക്കാർ പറയുന്ന ചിന്തയിൽ ബോംബിട്ടില്ലല്ലോ, വേണ്ട ബോംബിടണ്ട, നമ്മുടെ ചിന്തകളെ മാറ്റി കിട്ടിയാൽ മതി. അതിനാണ് ഇന്ന് ഡ്രഗ് മാഫിയ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. ഈ രാജ്യം നിലനിൽക്കുന്നത് ചിന്തകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കുട്ടികൾ ഇന്ന് സനാതനധർമ്മം എന്താണെന്ന് ഈ ഭാരതത്തിലെ ഹൈന്ദവർക്ക് അറിയില്ല. ഒരു അമ്പലത്തിൽ പോയി ഒരു കുറിയിട്ട് ഒരു ഉത്സവത്തിന് 4 പേര് കൂടുന്നു. കൺവേർഷൻ എങ്ങനെ ഉണ്ടാവുന്നു? ഇതിനകത്തുള്ള മഹത്വം, ഈ സനാതന ധർമ്മത്തിനകത്തുള്ള മഹത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ മതങ്ങൾക്കാളും അതീതമായി നമ്മൾ മാറും. കല്ലിൽ ഈശ്വരനെ കാണിച്ചു കൊടുക്കുന്ന ഒരു ഹിന്ദുത്വമേ നമുക്കറിയുള്ളൂ. ഉള്ളിൽ ഈശ്വരനെ കാണിക്കുന്ന ഒരു ഹിന്ദുത്വം നമ്മൾ അറിയുന്നില്ല. അതിനകത്ത് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന ഈ പണ്ഡിത മതക്കാരാണ്. ഈ ഉള്ളിൽ രാമനെ കാണുന്നവനാണ് ജ്ഞാനി, കല്ലിൽ രാമനെ കാണുന്നവൻ അജ്ഞാനിയാണ്. അതാണ് ഇവിടുത്തെ ഹിന്ദുത്വത്തിനകത്തുള്ള, അതിനകത്തുമുണ്ട് തീവ്രവാദം, അതിനകത്തുമുണ്ട് ഇതുപോലെ തന്നെ. നിങ്ങൾ ഈ മുസ്ലിം തീവ്രവാദത്തിനെ പറ്റി, ഇസ്ലാം തീവ്രവാദം മാത്രമല്ല ഹിന്ദു തീവ്രവാദത്തിനെ പറ്റി ഞാൻ എതിർക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ എനിക്ക് എല്ലാവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ആരാണ് അത്തരം ഹിന്ദു തീവ്രവാദികൾ? ഇവിടെ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ആരൊക്കെയാണ്? കേരളത്തിൽ വ്യക്തമായിട്ട് എടുത്തു പറയണ്ടല്ലോ. ഇവിടെ ആൾക്കാർ അതിന്റെ ആ ഒരു റിതത്തിൽ, ആ ഒരു ടെമ്പോയിൽ പോവുകയാണ്. അവരും അപകടത്തിലാണ്. അവരെ ഒരു വല്ലാത്ത ഒരു ഹിന്ദു തീവ്രവാദത്തിലേക്ക് കേരള മനസ്സ് വഴിയെ മെല്ലനെ വഴിപ്പെടുകയാണെന്ന്. ഇപ്പോൾ ശബരിമല വിഷയം എടുക്കാം. ശബരിമല വിഷയത്തിന്റെ പേരിൽ ഇവിടെ കേരളത്തിൽ ഒരു വലിയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യം അന്ന് മുഖ്യമന്ത്രിയുടെ ചാർജ് ഉണ്ടായിരുന്ന EP ജയരാജനോട് ഞാനല്ലേ പറഞ്ഞ് ആ പ്രശ്നം ഞാനും EP ജയരാജനും കൂടെയാണ് സെറ്റിൽ ചെയ്യുന്നത്. അപ്പൊ താങ്കൾ CPM പിന്തുണയ്ക്കുന്ന ഒരാളാണ്, CPM പിന്തുണയ്ക്കുന്ന ഒരാളാണ്. ഞാൻ CPM അല്ല, ഞാൻ ഒരു കമ്മ്യൂണിസത്തെ അല്ലെങ്കിൽ ഒരു നല്ല സോഷ്യലിസത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്നാണ് സോഷ്യലിസം ഉണ്ടായത്. ഇന്ന് നമ്മൾ കാണുന്ന കളിപ്പിരിസമല്ല, നല്ല കമ്മ്യൂണിസം, നല്ല സോഷ്യലിസം, വേദനിക്കുന്നവൻ്റെ ഒപ്പം നിൽക്കുന്നവൻ, കഷ്ടപ്പെടുന്നവൻ്റെ കൂടെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നത്.
സ്വന്തം ചോര കൊടുത്ത് വലിയ വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി ഒരുപാട് മഹത്തുക്കൾ ഇവിടെ ഉണ്ട്. ഇന്ന് ഞാൻ CPM-നെ എതിർക്കാനുള്ള യഥാർത്ഥ കാരണം എന്ന് വെച്ചാൽ ഈ ജിഹാദികൾക്കുള്ള സപ്പോർട്ട് അവർ കൊടുക്കുന്നില്ലേ? ഈ ജിഹാദികൾക്ക് വളരാനുള്ള എല്ലാ വളവും ഇവരല്ലേ കൊടുക്കുന്നത്? ഇവരുടെ പ്രസ്ഥാനം ഇന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ചുമന്ന കൊടിയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വരെ പച്ച കൊടിയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം വെച്ചിരിക്കുന്നത് കണ്ണൂർ ഞാനിപ്പം 2 ദിവസം മുമ്പ് കണ്ട് ഞാൻ ഞെട്ടി. ഇത് എന്ത് ലോജിക്കാണുള്ളത്? പച്ച കളറിൽ എന്തിനാണ് ഈ പറയുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രം വെക്കുന്ന? ആരെ സൂചിപ്പിക്കാനാ? എൻ്റെ ചോരയുടെ നിറമാണ് എൻ്റെ പാർട്ടിക്ക് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം. പച്ച കളർ ചോരയുണ്ടോ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകന്? ഇതാണ് CPM ഒരു മതമായി മാറി, ഒരു മതമായത്. അവർ പറയുന്നുണ്ട് നമ്മൾ ഈശ്വര വിശ്വാസികളല്ല, അവരും വിശ്വാസികളാണ്. ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനും ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവനും രണ്ടും വിശ്വാസികളല്ലേ? ഈ രണ്ട് മതങ്ങളല്ലേ? ഇപ്പം വലിയ രീതിയിൽ മത ധ്രുവീകരണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഒരു മതത്തെ പിന്തുണച്ചുകൊണ്ടുള്ള നിലപാട് ചിലപ്പം എടുക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും പച്ചക്കൊടികൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വരുന്നത്. അത് CPM-ന്റെ ഐഡിയോളജിക്ക് തെറ്റാണ്. ദസ് ക്യാപിറ്റൽ വായിക്കണം. എത്ര പേരുണ്ട് ഇവിടെ? എത്ര സഖാക്കന്മാരുണ്ട് ദസ് ക്യാപിറ്റൽ വായിച്ചിട്ടുള്ളവന്മാർ ഉണ്ടോ? ഇല്ല. ഇതിനാണ് കമ്മികൾ എന്ന് പറയുന്നത്. സഖാക്കൾ എന്ന് പറയാൻ പറ്റില്ല. സഖാക്കൾ ലോകം കണ്ട ഏറ്റവും ബെസ്റ്റാണ്. ലോകത്ത് ആദ്യം സഖാവ് എന്ന് വിളിച്ച ഭഗവാൻ ശ്രീകൃഷ്ണനെ അർജുനനെയാണ്. സഹോദര തുല്യനായ സുഹൃത്താണ്. ഇത് സഖാവല്ല, ഇത് കമ്മിയാണല്ലോ. നമ്മൾ RSSൽ സ്വയംസേവകർ എന്ന് പറയും. ഏറ്റവും ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ആൾക്കാർ, ധർമ്മം ബോധമുള്ളവർ. പക്ഷെ നമ്മൾ കാണുന്നത് ഈ സംഘികളെയാണ്. സംഘിക്ക് എന്താണ് സംഘവുമായി ബന്ധമെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഈ വർഗീയത വളർത്തുന്ന ഏറ്റവും കഴിവ് കെട്ടവന്റെ ആയുധമാണ് വർഗീയത. ഒരു കഴിവില്ലാത്തവൻ. അത് BJP ചെയ്യുന്നുണ്ട്. BJP-യിലല്ല, എല്ലാ പാർട്ടിയിലും ചെയ്യുന്നുണ്ട്. ഏത് പാർട്ടിയാണ് ചെയ്യാത്ത? മുസ്ലിം ലീഗ് ചെയ്യുന്നില്ലേ? ഇവിടെ കോൺഗ്രസിന്റെ ഇതിൽ, ക്രിസ്ത്യൻസിന്റെ ഇതിൽ കോൺഗ്രസ് ചെയ്യുന്നില്ലേ? കോൺഗ്രസിലെ എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തിരുന്ന ആദ്യം. കമ്മ്യൂണിസ്റ്റ് ഇപ്പം ഇസ്ലാമിന്റെ തീവ്രവാദ ഭാഗമായിട്ട് മാറിയിരിക്കുകയല്ലേ? എത്ര തീവ്രവാദികൾ അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? എത്ര തീവ്രവാദികൾ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? എത്ര തീവ്രവാദികൾക്കെതിരെ അവർ നിയമ നടപടി എടുത്തിട്ടുണ്ട്? ഇല്ല. അതുകൊണ്ട് ഇവിടെ തീവ്രവാദം ഇല്ലെന്നാണോ പറയണേ? അതുകൊണ്ട് തീവ്രവാദം ഇല്ലെന്നാണ്. അവർ കേസെടുക്കാത്തതുകൊണ്ടാണോ തീവ്രവാദം ഇല്ലത്? അങ്ങനെയാണെങ്കിൽ സെൻട്രലിൽ ഇത്രയും പേരെ 2000 പേരെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോയില്ലേ? PFI 2000 പേരെ പിടിച്ചോണ്ട് പോയത് ഇതല്ലേ? 24 പേര് എൻ്റെ റിപ്പോർട്ടിന്റെ പേരിൽ IS-ന്റെ ടെററിസ്റ്റിനെ 2016 സമയത്ത് ഞാൻ കൊടുത്ത, അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗ് ജിയാണ്. ഇവിടുന്ന് കൊണ്ടുപോയോ? ആദ്യത്തെ NIA ഇവിടുന്ന് കൊണ്ടുപോയതാണോ? IS-ന്റെ പ്രസൻസ് ലോകത്തറിയുന്നത് ഇവിടുന്നാണോ? നിമിഷ ഫാത്തിമ, ഇതൊക്കെ ആരാണ്? ഈ കേരള സ്റ്റോറി അത് ചുമ്മാതെയാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സ്റ്റോറി ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തത്? അത്തരം സംഭവങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഇത് ഒറ്റപ്പെട്ടതൊന്നുമല്ല. ഇവിടുത്തെ 85% ആൾക്കാരും, ഇവിടുത്തെ 85% വരുന്ന മാധ്യമ പ്രവർത്തകരും ഇസ്ലാം ഇതിന്റെ അല്ലെങ്കിൽ ഇസ്ലാം തീവ്രതയുടെ ഇതിലും അതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ ഇതിലും പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ ക്ലച്ചസിലാണ്, അവരുടെ കൺട്രോളിലാണ് ഇതിരിക്കുന്നത്. ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഇത് ഹിന്ദു സംഘടനകൾ സ്ട്രോങ് അല്ല. നമ്മളുടെ നോക്കൂ, ബാംഗ്ലൂരിലാണ് ഞാൻ താമസിക്കുന്നത്. ഒരു ദിവസം 10-12 കോളുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനിൽ നിന്നും പല മലയാളികളുടെ അടുത്തു നിന്നും എനിക്ക് വരാറ്. എന്താണ് അതിൽ പറയാറ്? അതിന്റെ മെയിൻ കാരണം ഡ്രഗ് മാഫിയയുടെ ക്ലച്ചസിലാണ് ഇവര്. എല്ലാം കഞ്ചാവാണ്. കഞ്ചാവല്ല, MDMA, ഈ കെമിക്കൽ ഡ്രഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു കുട്ടിയുടെ ശരീരത്തിൽ, ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ 300 ചില്ലുമാനം സിഗരറ്റ് കൊണ്ട് പൊള്ളിപ്പിച്ച പാടാണ് കോഴിക്കോടിലുള്ള ഒരു ജിഹാദി ചെയ്തത്. മംഗലാപുരത്തുള്ള ഒരു സ്റ്റുഡന്റിനെ കൊണ്ടുപോയിട്ട് 500ഓളം ടൈം അതിനെ സെക്ഷലി അബ്യൂസ് ചെയ്തു. അവിടുത്തെ കുട്ടികൾ അനുഭവിക്കുന്ന കൗൺസിലിംഗ് കരഞ്ഞു പോകും നമ്മൾ. ഞാൻ കൗൺസിലിംഗ് എത്ര കുട്ടികളുടെ അവസ്ഥകൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പിള്ളേർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. 3 വർഷം 4 വർഷത്തിനുള്ളിൽ അവർ ടോട്ടലി അവർ നശിക്കുകയാണ്. ഇപ്പൊ വാളും തോക്കൊന്നും എടുത്ത് ആരെയും ആക്രമിക്കണ്ട. അതാണ് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് രീതിയിലുള്ള നടത്തുന്ന അസാസിനേഷനാണത്. ആരാ ഇതിന് ചോദിക്കാൻ? ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു മാതാപിതാക്കളുടെ വേദന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരുടെ കരച്ചിൽ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ എവിടെ ചെന്ന് എത്താന്നായി പറയുന്നത്? ഇതിനൊക്കെ വേണം, ഒരു നട്ടല് വേണം. അഡ്ജസ്റ്റ്മെന്റ് രീതിയിലുള്ള പോയിട്ട് ഇവിടെ എല്ലാവർക്കും അഡ്ജസ്റ്റ്മെന്റാണ്. BJP അഡ്ജസ്റ്റ്മെന്റിലാണ്, കോൺഗ്രസും അഡ്ജസ്റ്റ്മെന്റിലാണ്, കമ്മ്യൂണിസ്റ്റും അഡ്ജസ്റ്റ്മെന്റിലാണ്. കാരണം ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് നാടാണ്. ഇവിടെ ആർക്കും ആരുടേതായ ഒരു നട്ടലോ ഒരു സ്റ്റാൻഡോ ഇല്ല. പലരെ നോക്കും, എന്ത് പറയട്ടെ, എങ്ങനെ അടിക്കട്ടെ, നോവെന്ന് വെച്ച് അടിക്കുമോ? എനിക്ക് വേണ്ടത് ഇവിടെ കേരളത്തിലെ യഥാർത്ഥ പോലീസിന് ഫുൾ ഫ്രീഡം കൊടുക്കണം എന്നാണ്.
ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഇന്റലിജന്റ് പോലീസ് ഓഫീസറാണ് നമ്മുടെ പോലീസ് ഓഫീസേഴ്സാണ് നമുക്കുള്ളത്. അവരത്രയും ഡിപ്രഷനിൽ പോയി. അവർക്ക് ശമ്പളം കൊടുക്കത്തില്ല, അവർക്ക് ഹെവി പ്രഷറാണ്. കഴിഞ്ഞ വർഷം 68ഓളം പോലീസുകാർ ആത്മഹത്യ ചെയ്തവിടെ. ഇവിടുത്തെ തീവ്ര ഇസ്ലാമിക വിഭാഗം ഒരു വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ്. ഒട്ടുമുക്ക മതേതരമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയെ ഇഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളും അവരെ എതിർക്കുന്നുണ്ട് ഇല്ലേ? ഈ ഹിന്ദു തീവ്രവാദികളെ ഞാൻ എതിർക്കുന്നില്ല ഇതിനകത്തിരുന്നുകൊണ്ട്. അന്ന് ശബരിമലയിൽ അവർ പ്ലാൻ ചെയ്ത് ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു, അയ്യപ്പന്റെ പേര് പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞ അയ്യപ്പ ഇരിക്കുന്ന ശബരിമലയിലാണ്, ഇവിടെ വരരുത്. പോലീസിന് നേരെ അവർ പെട്രോൾ ബോംബ് എറിയാൻ പ്ലാൻ ചെയ്തതാണ്, കല്ലെറിയാൻ പ്ലാൻ ചെയ്തതാണ്. 5 ലക്ഷം ജനങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ വന്ന് ഇത് ചെയ്താൽ തിങ്ങിലും തിരക്കിലും പെട്ട് എത്ര പാവങ്ങളായ അയ്യപ്പ ഭക്തർ മരിക്കും. എന്നിട്ട് അവിടുന്ന് തിരിഞ്ഞുപോയി. സ്വാമി പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ തിരിഞ്ഞുപോയി. ആ തിരിഞ്ഞു പോയിട്ടാണ് അവർ ശബരിമലയിൽ ചെന്നിട്ട് ഇതേ പണി ഈ സമദ്രോഹികൾ ചെയ്തത്. അവിടെ ലാത്തി ചാർജ് പോലീസ് വീത്തി. ആ ലാത്തി ചാർജ് സെക്രട്ടേറിയറ്റിന്റെ അവിടെ വന്നിരുന്നെങ്കിൽ എത്ര പേര് മരിക്കുമായിരുന്നു? ഇപ്പൊ ഹിന്ദു മുസ്ലിം എന്നുള്ള ഇത് തകരണം. ഹിന്ദു എന്നുള്ളതും മുസ്ലിം എന്നുള്ളതും ഒക്കെ തകർന്ന് മനുഷ്യത്വത്തിലേക്ക് വരണം. മനുഷ്യനിവിടെ വേണ്ടത്, ഏറ്റവും വേണ്ടത് അവൻ്റെ സുരക്ഷയാണ്, അവൻ്റെ വളർച്ചയാണ്. മതം ഒരിക്കലും ഒരു നന്മയും ചെയ്യില്ല. ഞാൻ പറയാറുണ്ട്, മതവും ഗുതവും എത്ര കഴുകി വെച്ചാലും വൃത്തിയാക്കി വെച്ചാലും നാറിക്കൊണ്ടിരിക്കുന്ന 2 സാധനങ്ങളാണ്. ഏറ്റവും മോശപ്പെട്ട സാധനമാണ്. പിന്നെ ആ കാലത്ത് അവിടെ ഒരു ആവശ്യമുണ്ടായിരുന്നു മനുഷ്യരെ കണ്ടീഷൻ ചെയ്യാൻ ചില കാര്യങ്ങൾ. ഈ കാലത്ത് ഇവിടെ ഓരോ കാര്യങ്ങൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇതൊക്കെ മാറണം. പർദ്ദ ധരിക്കുന്നു, പൊടിക്കാറ്റടിക്കാതിരിക്കാൻ വേണ്ടി അടിച്ചതാണ്. ഈ ചൂടത്തും പർദ്ദ അടിച്ച് കിടക്കണതിൻ്റെ കാര്യം എന്താണ്? അള്ളാഹു എന്ന് ഓമിനെ ഇങ്ങനെ എഴുതിയെന്നെ തിരിച്ച് മറിച്ചിട്ട് ആ വാല് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അള്ളാഹു എന്ന് വായിക്കും. ഈസാല എന്ന് പറയുന്ന സംസ്കൃത വാക്കുന്നാണ് ഈ ഇസ്ലാം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഞാൻ ഇസ്ലാമിന് അഗൻസ്റ്റ് അല്ല. കാരണം ഇസ്ലാമും ഈ പറയുന്ന സനാതന ധർമ്മത്തിന്റെ ഭാഗമാണ്. 5 നേരമുള്ള നിസ്കാരം മനുഷ്യന് വേണ്ടതാണ്. മനുഷ്യന് വേണ്ട ആത്മീയ ഉയർച്ചയാണ്, അല്ലാതെ മതപരമായ ഉയർച്ചയല്ല. മതം നമ്മളെ നശിപ്പിക്കും. മതം ഭൂമിയിലെ ഇഴജന്തുക്കളാണ്. ആത്മീയത ആകാശത്തിലെ പറവയാണ്. മതം ഒരിക്കലും ഈ ഞണ്ട് വലിച്ച് ഇട്ടോണ്ടേ ഇരിക്കുള്ളൂ. നമ്മളെ പേടിപ്പിച്ചാണ് ഇതാക്കുന്നത്. ഇപ്പോൾ സനാതന ധർമ്മത്തിൽ, ഞാൻ സനാതന ധർമ്മ പ്രചാരകൻ എന്ന് പറഞ്ഞ്, സനാതന ധർമ്മത്തിൽ നമ്മൾ പറയും, നിനക്ക് ഈശ്വരനെ എതിർക്കണോ, തെറി വിളിക്കണോ, നീ തെറി വിളിച്ചോ, എതിർത്തോ. നിനക്ക് ഒരു ദൈവത്തിലോ 2 ദൈവത്തിലോ പല ദൈവത്തിലോ നിനക്ക് ആരാധിക്കണോ, നീ ആരാധിക്കുക. അതിൽ നിനക്ക് സന്തോഷമുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെയാവാം. പക്ഷേ നിന്റെ വിശ്വാസം നീ വേറൊന്നിൽ അടിച്ചേൽപ്പിക്കരുത്. അതുപോലെ തന്നെ നീ പറയുന്നതിൽ യുക്തി ഉണ്ടാവണം. നമ്മൾ ഈശ്വരനെ തെറി വിളിക്കും. അതാണ് ചാർവാകന്മാർ, ഈ കമ്മ്യൂണിസം അതിൻ്റെ ഭാഗമാണ്. നമ്മൾ എതിർക്ക് ശല്യം പറയുന്നല്ലോ. അതേപോലെ ഇവിടുത്തെ ഏതെങ്കിലും ഇസ്ലാമിന് ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടോ? ഞാനിത് തുറന്നു പറയുന്നു. എനിക്ക് തുറന്നു പറഞ്ഞാൽ ഞാനൊരു സന്യാസിയാണ്. സന്യാസിയുടെ ഇതെന്ന് നിർഭയത്വമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്നെ കൊല്ലുവോ, സന്യാസിയല്ല. പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്കുള്ള ഡൊണേഷൻ നിൽക്കുമോ, സന്യാസിയല്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനം പോവോ, സന്യാസിയല്ല. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സന്യാസിക്ക് ഒരുപാട് തലങ്ങളുണ്ട്. നിങ്ങളെപ്പോലെ ഇങ്ങനെ ഒരു ടെറർ സ്വഭാവം കാണിക്കുന്ന സ്വാമിമാരെ നമ്മുടെ പൊതുസമൂഹം മറ്റൊരു രീതിയിലാണ് കാണുന്നത്. അതെൻ്റെ കുറ്റമല്ല. ഈ ടെറർ സ്വഭാവമല്ല ഇത്. കാളി ഒരു ഭാവമാണ്, ഒരു അവസ്ഥയാണ്. നമ്മളുടെ ഈ ദൈവങ്ങൾ, ഈ പറയുന്ന മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്ന ഹിന്ദു മതത്തിലെ കാര്യം, കൃഷ്ണൻ ഒരു ഭാവമാണ്. ദ മോസ്റ്റ് മോഡേൺ മാൻ, ദ മോസ്റ്റ് ഇന്റലിജന്റ് മാൻ ഈസ് വാട്ട് കൃഷ്ണ ഈസ്. രാമ ഒരവസ്ഥയാണ്, ധർമ്മപുത്രനായ, ഇവിടെ ന്യായവും നീതിയൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാമൻ. ഹൽരാമൻ, കൃഷിയുടെ രാമൻ, ഇവിടെ ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിച്ച രാമൻ. മനുഷ്യന്റെ ഉള്ളിൽ ഒരു ഫാർമർ ഉണ്ടാവണം എന്നുള്ളതാണ്. ഋഗ്രാമൻ, അറിവ് വേണം, സൊസൈറ്റി നീഡ്സ് നോളജ്, അതിനുവേണ്ടി നോളജ് വേണം എന്നുള്ള ഒരു സംഭവം. ശിവൻ, ഡെത്ത്, അത് കഴിഞ്ഞിട്ടുള്ള മോക്ഷ സ്റ്റേറ്റ്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഈ ദൈവങ്ങളെല്ലാം ഈ എങ്ങനെയാണ് ഭാവങ്ങളെ ദൈവങ്ങളാക്കി അതിനെ കല്ലാക്കി അതിനെ രൂപമാക്കി വിടുന്നു. താങ്കൾ അറിയപ്പെടുന്നത് തോക്ക് സ്വാമി എന്നാണ്. മെയ് 17, 2008 നടന്ന വളരെ പ്രധാനപ്പെട്ട PFI തീവ്രവാദികൾ, അങ്ങനെ തന്നെ വിളിക്കാം. അന്ന് PFI അല്ല, അവരുടെ ഫസ്റ്റ് ഫോം NDF. ഓക്കെ, NDF. അവർ താങ്കളുടെ വീട് ആക്രമിക്കുന്നു, താങ്കളുടെ അമ്മയെ റേപ്പ് ചെയ്യുന്നൊക്കെ ഉള്ള ഇത് പറയുന്നു. ഇതിനൊരു പ്രതിരോധം എന്ന നിലയിൽ താങ്കൾ തോക്ക് ഉപയോഗിച്ചു. ഒരു സ്വാമി കൊണ്ട് നടക്കുന്നതാണോ ഈ തോക്കൊക്കെ? പരമശിവന്റെ കയ്യിൽ എന്തായിരുന്നു ഇരുന്നത്? തൃശൂലം അല്ലേ, കാളിക്ക് വാള്, ഹനുമാന് ഗദ, ശ്രീരാമൻ അമ്പും വില്ലും.
അതുപോലെ തന്നെ കൃഷ്ണൻ്റെ സുദർശന ചക്രം, അത് അവതാരങ്ങളാണ്, ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാ കാലങ്ങളിലും. ഇവിടുത്തെ സ്വാമിമാരെയല്ല നിങ്ങൾ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ നോർത്ത് ഇന്ത്യൻ സ്വാമിമാരെ കണ്ടിട്ടുണ്ടോ? നോർത്ത് ഇന്ത്യയിലെ സന്യാസികളെ കണ്ടിട്ടുള്ളോ? ആയോധന കലയിൽ സന്യാസിമാർ തന്നെയാണ് ഈ ആർട്ടും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. തോക്ക് ഇന്നത്തെ മോസ്റ്റ് മോഡേൺ വെപ്പണാണ്. കോടതി അന്ന് ചോദിച്ചാണ് എന്തിനാണ് ഈ പ്രായത്തിൽ ഈ വ്യക്തിക്ക് തോക്ക്. അപ്പോൾ അത്രയും മാത്രം ത്രെട്ട് ഞാൻ ഫേസ് ചെയ്തിരുന്നു. എൻ്റെ പ്രൊട്ടക്ഷൻ ഞാനാണ് നോക്കേണ്ടത്. അവരെ വീട്ടിൽ അന്ന് എൻ്റെ വീട്ടിൽ ഇവർ ആക്രമിക്കാൻ വന്ന സമയത്ത് എൻ്റെ കയ്യിൽ തോക്കില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ അതായത് ഒരു പടത്തിലിരുന്ന ആളന്ന് പണ്ടുണ്ടായിരുന്ന ആളാണ് അവന്മാർ അടിച്ചു പോകുന്നതാണെന്ന് പറയും. അന്ന് ഞാൻ തോക്കെടുത്തുകൊണ്ട് ഇറങ്ങിക്കൊണ്ടാണ് അന്ന് ഇവന്മാർ ഓടിയ വഴിയാണ് ഇന്ന് ആലുവ മെട്രോ റെയിൽവേ പോകുന്നത്. അന്ന് ഇവന്മാർക്കെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഹിന്ദുത്വം പറയാൻ വേണ്ടി ഇവിടെ പലവന്മാർക്കും ഉള്ളത്. അന്ന് ഇവന്മാരെല്ലാവരും ഓടിച്ചിട്ടടിക്കുകയായിരുന്നു. എല്ലാ മടങ്ങളും കയറി അടിച്ചു, മുടികൾ സന്യാസികളുടെ മുടി മുറിച്ചു. അന്ന് ഇവിടെ ഒരു മനുഷ്യരും ഉണ്ടായിരുന്നില്ല. പോലീസ് എന്തായിരുന്നു നടപടി? ഒരു കേസും എടുത്തിട്ടില്ല. എല്ലാവരും തീർത്ത് കളയല്ലേ ചെയ്തത്. ഇതൊരു അജണ്ടയുടെ ഭാഗമായി നടന്ന കാര്യമല്ലേ. ആരെ തീർത്ത് കളഞ്ഞു? ഈ പറയുന്ന അന്ന് ഏതെങ്കിലും അന്ന് ഈ പോരാട്ടത്തിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും? സന്തോഷ് മാധവൻ അടക്കുന്ന ജീവനോടില്ല. ഈ സംഭവം നടന്നതിൻ്റെ അടുത്ത വർഷം, അതും ഒരു മെയ് 17 2009. കേരള ചരിത്രത്തിൽ ആ സംഭവം ഒരിക്കലും മറക്കില്ല. പ്രത്യേകിച്ചും CPM അതൊരിക്കലും മറക്കില്ല. അവരെ വലിയ രീതിയിൽ പിടികൂടിയ ഒരു സംഭവമായിരുന്നു ഭീമാപള്ളി ആക്രമണം. അത് സർക്കാർ അഴിച്ചുവിട്ടതാണെന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളുണ്ടായി. ഇതിന് പിന്നിൽ താങ്കളാണോ? സർക്കാർ അഴിച്ചുവിട്ടല്ലേ? നിങ്ങൾ തന്നെ പറഞ്ഞു സർക്കാർ അഴിച്ചുവിട്ടു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെയാണ്. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. താങ്കൾക്ക് ആരോടെങ്കിലും വെറുപ്പ് എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരാളാണോ സ്വാമി ഭദ്രാനന്ദ എന്ന്? കാരണം താങ്കളെ എതിർത്തവരെ ചില പ്രഡിക്ഷൻസിലൂടെ താങ്കൾ അതിനുള്ള മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.